നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് വിജയുടെ വാർത്തയിലേക്ക് തന്നെയാണ്. പക്ഷേ ജനനായകനുമായിട്ട് ഇതിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ വിജയുടെ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം കാഞ്ചീപുരത്ത് വെച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2000 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഒരു പരിപാടിയിൽ TVKയുടെ സമ്മേളനം നടക്കുകയുണ്ടായി. ആ സാഹചര്യത്തിൽ വിജയ് ഒരു പ്രസംഗം നടത്തി. വിജയ് പ്രസംഗം നടത്തിയത് വളരെ രൂക്ഷമായി തന്നെ DMK സർക്കാരിനെയും സ്റ്റാലിനെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ വിജയൊക്കെ സ്റ്റാലിൻ്റെ പേര് പോലും പറയാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് സ്റ്റാലിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മാത്രമല്ല പല വാഗ്ദാനങ്ങൾ കൂടി വിജയ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കൃത്യമായി കരിക്കൾ നീക്കിക്കൊണ്ട് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടിയാണ് കാണുന്നത്. പക്ഷെ ഉള്ള കാര്യം പറയാലോ, വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഇവിടെ കുറച്ച് സിനിമാ ഡയലോഗുകളും സിനിമാ സംഭാഷണങ്ങളും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ തന്നെ ഒരു രീതിയിലേക്ക് മാറ്റുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. சமத்துவம் சம வாய்ப்புன்னு ரொம்ப ஸ்ட்ராங்கா சொன்ன நமக்கு கொள்கை இல்லையா? இப்படி கொள்கையை வெறும் பேச்சில மட்டுமே பேசிக்கிட்டு எல்லா கொள்கையும் அண்டர் கிரவுண்ட்ல அடக்கி வச்சுக்கிட்டு என்னமோ இவங்களுக்கு மட்டும்தான் எல்லா கொள்கையும் குத்தகைக்கு எடுத்த மாதிரி. இவங்க கொள்கையே கொள்ளை தானே. நம்ம ஆட்சிக்கு வந்தா அது என்ன வந்தா வருவோம். மக்கள் கண்டிப்பா நம்மள வர வைப்பாங்க. மக்களுக்கான ஆட்சியை மக்களே விரும்பி வர வைக்கத்தானே செய்வாங்க. വിജയ് എന്ന അഭിനേതാവിനെ ഒരുപാട് പേർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ അത്രയധികം ആളുകൾ സ്നേഹിക്കുന്നില്ല, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ എന്നുള്ളതും കൂടി വ്യക്തമാണ്. കമൻറ്റ് സെക്ഷനുകളിൽ നിന്നാണ്, അല്ലാതെ സർവേയിൽ നിന്നൊന്നുമില്ല. പക്ഷെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വിജയ് ഇന്നലെ കുറച്ച് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കും എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും വീട്, അതാണ് വിജയ് കാണുന്ന സ്വപ്നം. TVK തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി ജനങ്ങൾക്ക് മേൽ കാണുന്ന സ്വപ്നം എന്നുള്ളതാണ് വിജയ് പറയുന്നത്. എല്ലാവർക്കും ഒരു മോട്ടോർ സൈക്കിൾ എന്നതും കൂടി വിജയ് പറയുന്നുണ്ട്. അത് മോട്ടോർ സൈക്കിളിൽ താൻ ഒതുക്കുന്നില്ല, അത് കാറാക്കി മാറ്റണം എന്നതും കൂടി തൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടും കൂടി വിജയ് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. തമിഴക രാഷ്ട്രീയത്തിൽ തന്നെ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചും ജനങ്ങളുടെ വോട്ട് അതിലൂടെ സമ്പാദിക്കുകയും ചെയ്തുള്ള തമിഴ് രാഷ്ട്രീയം നമ്മുടെ മുന്നിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം തമിഴർക്ക് നൽകുന്ന ഒരുപാട് പാർട്ടികൾ ഉൾപ്പെടെ നമ്മൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ തലത്തിലുള്ളത് നമ്മൾ കണ്ടാണ്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് വിജയ് ഇതുപോലെ ഒരു പ്രഖ്യാപനങ്ങളുമായിട്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി എത്തുന്നത്. അങ്ങനെ ജെൻസി വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വിജയ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിജയ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ജെൻസി വോട്ടർമാർ തൻ്റെ വിജയം ഉറപ്പാക്കും എന്നതും കൂടിയാണ്. മത്സ്യത്തൊഴിലാളികൾ, നെയ്ത്തുകാർ, ഇവർക്ക് എല്ലാവർക്കും രീതിയിൽ ഇത് കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ TVKയ്ക്ക് മുന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ പ്ലാൻ ഇല്ല എന്നുള്ളത് DMKയുടെ പരാമർശത്തെയും വിജയ് എതിർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതായത് വിജയ് പറഞ്ഞത് തങ്ങളുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ DMK വളർന്നിട്ടില്ല എന്നുള്ളതാണ്. സമത്വമാണ് TVKയുടെ രാഷ്ട്രീയം എന്നതും കൂടി വിജയ് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ കൂടി TVK എന്ന പാർട്ടിയും കൂടി മുന്നോട്ട് വെക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഓർക്കുക, DMK പോലൊരു ശക്തമായി ഇപ്പോൾ റൂളിംഗ് ആയിട്ട് നിൽക്കുന്ന തമിഴത്തിൻ്റെ ഒരു പാർട്ടി, തമിഴിൻ്റെ എല്ലാ രീതിയിലും തമിഴർ ഉറ്റുനോക്കുന്ന DMK എന്ന പാർട്ടിയെ കളത്തി വെട്ടാൻ വേണ്ടി വിജയ് എന്നൊരു ഒറ്റ വ്യക്തിയെ കൊണ്ട് മാത്രം നയിക്കുന്ന TVK എന്ന പാർട്ടിക്ക് സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. കരൂർ ദുരന്തവുമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ BJPയോടൊപ്പം ലയിച്ചുകൊണ്ട് TVK മുന്നോട്ട് പോയി 2026 ഇലക്ഷൻ നേരിടുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് TVK ഒറ്റയ്ക്ക് ശക്തമായി തന്നെ നിൽക്കുമെന്നൊരു പ്രഖ്യാപനം വിജയ് വീണ്ടും നടത്തുന്നത്. അതുകൊണ്ട് വിജയ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിജയ് എന്ന നടനെ അത് വോട്ടാക്കി മാറ്റാനുള്ള കെൽപ്പ്, ത്രാണി വിജയ്ക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോഴും തൻ്റെ സിനിമയിലെ ഡയലോഗുകളും തൻ്റെ പാട്ടുകളും ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിജയ് എന്ന നടൻ ഇപ്പോഴും ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗത്തിൽ ആ വാചകം പറഞ്ഞത്? ദളപതി കച്ചേരി എന്ന ഏറ്റവും ഒടുവിൽ ജനനായകന്റെ റിലീസായ പാട്ടിലെ ഒരു ഹുക്ക് വരിയാണ് ഈ ബ്ലാസ്റ്റ്. ആ ബ്ലാസ്റ്റ് തന്നെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പോലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിജയ് എന്ന സിനിമാക്കാരൻ ഇപ്പോഴും തിരശ്ശീലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നത് വസ്തുതയല്ലേ? വിജയ് എപ്പോഴൊക്കെ സിനിമാ ഡയലോഗുകൾ പറയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ട്രോൾ മെറ്റീരിയലുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഡയലോഗുകൾ കൂടി ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഇൻസ്റ്റഗ്രാം റീൽസിലും സമൂഹ മാധ്യമങ്ങളിലും താൻ ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ജെൻസിക്കിടയിൽ ഒരു തരംഗമുണ്ടാക്കുക, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോഴും തിരശ്ശീലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ള ചോദ്യം പ്രേക്ഷകർ ഉന്നയിക്കുന്നത്. சுரண்டிட்டாங்க, கொள்ளையடிச்சிட்டாங்க, நாசம் பண்ணிட்டாங்க,
மோசம் பண்ணிட்டாங்கன்னு இன்னும் என்ன வேணாலும் சொல்லலாம். ஆக மொத்தம் அழிச்சிட்டாங்க. മലയാളികൾ സ്വാഭാവികമായും ഉയർത്തുന്ന ചോദ്യം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് വിജയ് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പ്രസംഗിക്കാതെ, എന്തുകൊണ്ടാണ് തമിഴക വെട്ടക്കഴകം എന്ന പാർട്ടിയെ പറ്റി സംസാരിക്കാൻ പോലും സമയമില്ലാത്ത വിജയ് വിമർശിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് വരികയും തൻ്റെ സിനിമാ ഡയലോഗുകൾ, സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ഉപയോഗിക്കുന്ന ഡയലക്റ്റുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അവിടെയാണ് വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഇമേജ് ഇപ്പോഴും സൃഷ്ടിക്കപ്പെടാൻ മലയാളികൾക്കോ അല്ലെങ്കിൽ തമിഴർക്കോ ഇടയിൽ ഇപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുന്നത്. കരൂർ ദുരന്തം നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. 41 പേർ മരണപ്പെട്ട വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക്, വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക്. 2026 ഇലക്ഷൻ മുന്നിട്ട് നിൽക്കെ വിജയ്ക്ക് നേരിടാൻ പോകുന്ന ഇത്രയും വലിയൊരു തിരിച്ചടി വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ സമ്മേളനം കാഞ്ചീപുരത്തെ ഈ ഒരു കോളേജ് വെച്ച് നടന്ന സമ്മേളനത്തിൽ 2000 പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് ആ ഒരു സമ്മേളനം നടത്തുന്ന ഒരു പശ്ചാത്തലവും കൂടി വിജയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതിനകത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്നതിനേക്കാൾ ഉപരി വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളും കൂടി നടക്കുകയാണ്. അവസാന മാസങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ട് വിജയ് ഉപയോഗിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ജനനായകൻ. ജനുവരി 9 ആ ചിത്രം റിലീസിനെത്തുന്നത്. അതിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയത്തിലാണ് ആ ഓഡിയോ ലോഞ്ച് ഡിസംബർ 27 നടക്കുന്നത്. അവിടെ എന്താണ് വിജയ് ഉന്നം വയ്ക്കാൻ പോകുന്നത്? ഇവിടെയുള്ള TVK സമ്മേളനങ്ങളതിൻ്റെ അപ്പുറം സമ്മേളനമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. ഇപ്പോഴും വിജയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂര്യയും വിജയും നായകനായി എത്തിയ ഫ്രണ്ട്സ് എന്ന സിനിമ, ഇവിടെ ജയറാമും മുകേഷും ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തിയ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഫ്രണ്ട്സ് എന്ന സിനിമയുടെ റീമേക്കുമായിട്ട് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ റീമേക്കാണ് സൂര്യയും വിജയും കൂടി ആ സിനിമ ചെയ്തത്. ആ സിനിമയിൽ പോലും ആ സിനിമയുടെ റിലീസ് സമയത്ത് തിയേറ്ററിൻ്റെ മുന്നിൽ വെച്ച് തമിഴക വെട്രിക്കഴകത്തിൻ്റെ കൊടി പറക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അതിനകത്ത് അവിടെ തമിഴക വെട്രിക്കഴക കൊടി പാറുകയും അവിടെ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെയും ആഘോഷിക്കുന്ന തിയേറ്ററുകളിലെ ആഘോഷം നമ്മൾ കണ്ടതല്ലേ. ഇതൊരു ഒറ്റ കാര്യമാണ്. വിജയ് രാഷ്ട്രീയം സിനിമയിലൂടെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജനനായകനിൽ ഇതുവരെ കണ്ടതിനേക്കാൾ ഉപരി രാഷ്ട്രീയക്കാരനായ വിജയുടെ ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം, വിജയ്ക്ക് എന്താണ് 2026 ഇലക്ഷനിൽ മക്കളോട് പറയാനുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും ജനനായകൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല ഇമോഷനെ കൂടുതൽ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ വൺ ലാസ്റ്റ് ഡാൻസ്, അവസാന ഓഡിയോ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഈ അവസാന പരിപാടി കൂടുതൽ ഇമോഷണൽ ആക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരിക, ജനങ്ങളുടെ വോക്സ് പോപ്പുകൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ സ്റ്റിലെടുത്ത് പുറത്ത് കിട്ടുകൊണ്ട് വിജയ് എന്ന രാഷ്ട്രീയക്കാരനും വിജയ് എന്ന നടനും എത്രമാത്രം ജനങ്ങൾക്കിടയിൽ സ്വാധീനം സൃഷ്ടിക്കുന്ന ആളാണ് എന്നതും കൂടി വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ഇറക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ജനമനസ്സുകളിലേക്ക് വിജയ് എന്ന പേര് ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടേയിരിക്കണം എന്നുള്ള രാഷ്ട്രീയക്കാരനായ വിജയുടെ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 2026 എലക്ഷൻ. இதை நான் ஏதோ போற போக்கில் ஏதோ அடிச்சு விடலங்க, ஆதாரத்தோட தான் சொல்றேன். அனுமதிக்கப்பட்ட அந்த லெவலை தாண்டி 22,70,70,000 യൂണിറ്റ് മണല കൊള്ളയടിച്ചിരിക്കാங்க. 2026 ഇലക്ഷൻ വിജയ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സിനിമാ ജീവിതം പോലും നിർത്തിക്കൊണ്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് മാത്രമായി ഊന്നൽ പിടിക്കുന്ന പശ്ചാത്തലത്തിൽ 2 വർഷം മുന്നേ തന്നെ തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തി, അതുമായിട്ടുള്ള ബേസ്മെന്റ് ഉണ്ടാക്കി, കൃത്യമായ സമ്മേളനങ്ങൾ നടത്തി, ജനങ്ങളെ കൂട്ടുപിടിച്ച് കൃത്യമായി വോട്ട് ബാങ്കിലേക്ക് മാറ്റിയെടുക്കുക. ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ പാർട്ടി നിലപാടുകളെല്ലാം ഒറ്റയടിക്ക് മാറില്ല എന്നുള്ളത് വിജയ്ക്ക് അറിയാം. തന്നെപ്പോലെ ഇത്രയും കാലിബറുള്ള, തന്നെപ്പോലെ ഇത്രയും ജനങ്ങളെ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരു നടന് പോലും അത് കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അത് വിജയുടെ വിജയമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ വിജയ്ക്ക് വിജയിക്കണമെങ്കിൽ അതിന് ഈ പാത മതിയാകുമോ എന്നൊരു വളരെ സംശയമായി നിൽക്കുകയാണ് പ്രേക്ഷകരെ. അതുകൊണ്ടാണ് വിജയ് ഇതുപോലെ തുടരെ സമ്മേളനങ്ങൾ നടത്തുകയും ഇപ്പോൾ എല്ലാ വീടുകളും വേണം, എല്ലാവർക്കും വീട് വേണമെന്നും മോട്ടോർ ബൈക്ക് വേണമെന്നും തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ വിജയ് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണമെന്നുള്ളത് വിജയ്ക്ക് കൃത്യമായിട്ടറിയാം. ആ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവസാന സിനിമയായിട്ട് പോലും ജനനായകനെ പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രീയക്കാരനായിട്ട് തുടരാനുള്ള ഒരു പശ്ചാത്തലവും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം അതിൽ കുറഞ്ഞതൊന്നും വിജയ് ആഗ്രഹിക്കുന്നുമില്ല, വിജയ് സ്വപ്നം കാണുന്നതുമില്ല. അതിലേക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പയറ്റുകളും വിജയ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ സിനിമ എന്ന മീഡിയത്തിലൂടെയാണെങ്കിൽ അങ്ങനെയും അതെ.
പക്ഷേ വിജയ് തന്നെ പറയുന്ന ഒരു കാര്യം, അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ജനങ്ങളോടുള്ള സേവ, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ള കാര്യം മാത്രമാണ് തമിഴക വെട്രിക്കഴകം മുന്നോട്ട് വെക്കുന്നതും വിജയ് മുന്നോട്ട് വെക്കുന്നതെന്ന് വിജയ് ആവർത്തിച്ച് പറയുമ്പോൾ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ജനങ്ങൾക്ക് റീതിങ്ക് ചെയ്യാനുള്ള അവസരം വിജയ് ഇങ്ങനെ ഒരുക്കുകയാണ് ഓരോ സമ്മേളനത്തിൽ. അത് പെട്ടെന്ന് ഞൊടിയിടയിൽ ഉണ്ടാകുന്ന കാര്യമല്ല എന്നതും വിജയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം പതിയെ വിജയ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഓഡിയോ ലോഞ്ച് നടക്കുന്ന മലേഷ്യയിൽ വിജയ്ക്ക് എന്തും പറയാം. തമിഴ്നാട്ടിൽ പോലുമല്ല ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടാൻ വിജയ്ക്ക് വേണ്ട. മലേഷ്യയിൽ വെച്ച് നടത്തുമ്പോൾ വിജയ് ഫ്രീ ആണ്. വിജയ്ക്ക് അവിടെ എന്തും പറയാം, വിജയ്ക്ക് അവിടെ രാഷ്ട്രീയമായി സംസാരിക്കാം, ഇതുവരെ സംസാരിക്കാത്ത എല്ലാ രീതിയിലും വിജയ്ക്ക് സംസാരിക്കാം. ലിയോ ഓഡിയോ ലോഞ്ചിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയക്കാരനായ വിജയ്. ഇവിടെ കാണാൻ പോകുന്നത് പൂർണ്ണമായും രാഷ്ട്രീയക്കാരനായ വിജയ് തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ മാത്രമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഇതുപോലൊരു വേദി ഇനി വിജയ്ക്ക് കിട്ടില്ല. ഇത്രയും വലിയൊരു വേദി, ഒരു ഓഡിയോ ലോഞ്ച് പരിപാടി വിജയ്ക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അത് മാക്സിമം മുതലെടുക്കുന്ന രാഷ്ട്രീയക്കാരനായ വിജയ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങളെ നിങ്ങൾ ഇത് കുറച്ചൊന്നും കാണരുത്. വരും ദിവസങ്ങളിൽ വിജയ് എന്ന വ്യക്തിയിൽ നിന്നും ഇനിയും കൂടുതൽ വാഗ്ദാനങ്ങൾ വന്ന് ജനങ്ങളെ പതിയെ TVK തമിഴക വെട്രിക്കഴകം ഈ പാർട്ടിയും ഈ പേരിലേക്കും മാത്രമായി ചുരുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിജയുടെ ഭാഗത്തു നിന്നും, വിജയുടെ PR ടീമിൻ്റെ ഭാഗത്തു നിന്നും, വിജയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് 2026 ഇലക്ഷൻ കുറച്ച് കാണേണ്ട കാര്യമില്ല. വിജയുടെ പാർട്ടിയും വിജയിൽ നിന്നും ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ 1% പോലും സംശയം ഇവിടെ ആർക്കും വേണ്ട. ഒരു മലയാളി എന്ന രീതിയിൽ നിന്നുകൊണ്ടല്ല ഞാൻ പ്രേക്ഷകരോട് ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന ടൂർണമെൻറ്റിലെ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിൽ നമുക്ക് വിഷമമൊന്നുമില്ല. 15 ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. സഞ്ജു സാംസൺ എന്ന പേരില്ല. ഇത് ഞാൻ പറയുന്നത് മലയാളി ആയതുകൊണ്ടോ ഇത് മനഃപൂർവ്വം സഞ്ജു എന്ന പേര് ഇതിനകത്ത് കൊണ്ടുവരാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക്, ക്രിക്കറ്റ് മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് സഞ്ജുവിൻ്റെ പേര് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് പറയുന്നത്. എന്തായാലും ഞാൻ ആ സ്ക്വാഡ് ആദ്യം വായിക്കാം. ശുഭ്മൻ ഗിൽ പരിക്കിലാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശുഭ്മൻ അല്ല ക്യാപ്റ്റൻ ചെയ്തത് KL രാഹുലാണ്. KL രാഹുൽ ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്നു. ബാക്കിയുള്ള ടീം അംഗങ്ങളെ വായിക്കാം. രോഹിത് ശർമ്മ ആണ് ഓപ്പണർ. യശസ്വി ജയ്സ്വാൾ ആണ് രോഹിത്തിനൊപ്പം ഓപ്പണിംഗ് ചെയ്യുന്നത്. അതിനകത്ത് വലിയ തർക്കമോ കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. വിരാട് കോഹ്ലിയാണ് ഇന്നർ 3 വരുന്നത്. 4-മതായി തിലക് വർമ്മ എത്തുന്നു. KL രാഹുൽ ആണ് ക്യാപ്റ്റൻ പ്ലസ് വിക്കറ്റ് കീപ്പർ. സപ്പോർട്ടിംഗ് വിക്കറ്റ് കീപ്പറായിട്ട് അതായത് ഋഷഭ് പന്താണ് നിൽക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, നിതീഷ് റെഡ്ഡി, ഋതുരാജ് ഗേക്വാദ്, പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ്, ധ്രുവ് ജുറൈൽ. ഇനി ഞാൻ വായിക്കാൻ പോകുന്നൊരു പേരാണ് ഹർഷിത് റാണ. ഹർഷിത് റാണ ഗംഭീറിൻ്റെ വലങ്കയാണല്ലോ. അതുകൊണ്ട് ഹർഷിത് റാണ ഈ ടീമിൽ ഇല്ലെങ്കിലാണ് പ്രശ്നം. ഹർഷിത് റാണ എന്തായാലും ഉണ്ടാവും. ഹർഷിത് റാണ മോശം ഫോമിലാണോ, ഹർഷിത് റാണ മികച്ച കളിക്കാരനാണോ, ഹർഷിത് റാണ മികച്ചതായി കളിച്ചില്ലെങ്കിലും ഗംഭീറിൻ്റെ ടീമാണോ, ഹർഷിത് റാണ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹർഷിത് റാണ ഉണ്ടാവുന്നോ ഇല്ലയോ ഉൾപ്പെടെയുള്ളത് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. വൈ ഹർഷിത് റാണ? എന്തിനാണ് ഹർഷിത് റാണ ഇങ്ങനെ ബാക്ക് ചെയ്യുന്നതെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും. ഞാൻ പറയാൻ വരുന്നത് സഞ്ജു എന്ന വ്യക്തിയെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ്. വൈ ഇസ് ഋഷഭ് പന്ത് ഹിയർ? എന്തുകൊണ്ടാണ് ഋഷഭ് പന്തിന് ഈ സ്ക്വാഡിൽ നിൽക്കുന്നത് എന്നൊരു ചോദ്യം നിൽക്കട്ടെ. ഞാൻ എന്തായാലും ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഈ പോസ്റ്റിന് താഴെ വന്നൊരു ടോപ്പ് കമൻ്റ് ഉണ്ട്. ഞാൻ അത് വായിക്കാം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു മലയാളി വികാരമല്ല. ഇത് സാധാരണയായി ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ, ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്കിടയിൽ ഇത് വളരെ വലിയൊരു തരംഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു. ഇപ്പോൾ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സ് സ്ക്വാഡിലേക്ക് പോയത് ആഘോഷമാക്കിയ ചെന്നൈ നമ്മൾ കണ്ടു. ഇതൊരു വികാരത്തെക്കാൾ ഉപരി ഒരു ക്രിക്കറ്റ് പ്ലെയർക്ക് കിട്ടേണ്ട സ്വാഭാവികമായ ഒരു സ്ലോട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ബീയിങ് സഞ്ജു സാംസൺ ഇസ് നോട്ട് ഈസി എന്നുള്ളത് ഓരോ ദിവസവും അടിവരയിട്ട് പറയുന്നത്. സഞ്ജു തന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലേ, സഞ്ജു മോഹൻലാൽ സാംസൺ, ചിലപ്പോൾ ഞാനൊരു നായകനാവും, ചിലപ്പോൾ ഞാൻ വില്ലനാവും, ചിലപ്പോൾ ഞാനൊരു ജോക്കർ വരെ ആകാം എന്ന് പറയുമ്പോൾ ബീയിങ് സഞ്ജു സാംസൺ ഇസ് നോട്ട് ഈസി. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ടീമിൽ ഇടനേടുന്നെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ ആ ടോപ്പ് കമൻറ്റ് വായിക്കാം. ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് വിമൽ കുമാറാണ്. ആ വിമൽ കുമാറിൻ്റെ കമൻറ്റിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ രംഗത്തെത്തുന്നത്. അത് സഞ്ജു സാംസണിനെ കുറിച്ചാണ് വിമൽ കുമാർ പറയുന്നത്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്, എല്ലാം ഫാക്റ്റുകളാണ്.
സഞ്ജു സാംസൺസ് ലാസ്റ്റ് ODI came in December 2023. നമുക്കറിയാം 2023 ഡിസംബർ അവസാനത്തിൽ സഞ്ജുവിൻ്റെ ഒരു നോക്ക് ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 108 റൺസായിരുന്നു ആ നോക്ക്. ആ കളിയിൽ നിന്ന് അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ മാച്ചും കൂടിയായി. Since then, he hasn't played another ODI nor even made the 15-man squad as a reserve wicket keeper. ആ ഒരു 108 റൺസ് നമ്മൾ ഈ ക്രിക്കറ്റ് ഒരു വല്ലാത്ത കളിയാണ്. ഒരു ജിക്സോ പസിലിനേക്കാളും വലിയ ജിക്സോ ആണ് ഈ ക്രിക്കറ്റിൽ നടക്കുന്നത്. ഒരു സെഞ്ചുറി നേടി മാൻ ഓഫ് ദ മാച്ചായ പ്ലെയർക്ക് പിന്നീട് ഏകദിനത്തിൽ സ്ഥാനം കിട്ടിയിട്ടില്ലെന്നേ. അതിനെപ്പറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യസ് നെക്സ്റ്റ് ODI സീരീസ് വാസ് അഗെയിൻസ്റ്റ് ശ്രീലങ്ക ഇൻ ഓഗസ്റ്റ് 2024. 2023 ഡിസംബറിന് ശേഷം 2024 ഓഗസ്റ്റിലാണ് ഇന്ത്യ പിന്നീട് ഒരു ഏകദിന മത്സരം കളിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരെയാണ്. അതിൽ ഋഷഭ് പന്ത് ഗോട്ട് ദ സെഞ്ചുറി ടൈപ്പ് ഇന്നിങ്സ് ദോ ഹി മാനേജ്ഡ് ഓൺലി 6 റൺസ്. അതായത് 6 റൺസാണ് ഋഷഭ് പന്ത് അതിൽ നിന്ന് നേടിയത്. അറ്റ് ദ 2025 ചാമ്പ്യൻസ് ട്രോഫി പന്ത് വാസ് അഗെയിൻ ഇൻ ദ സ്ക്വാഡ് വിത്ത് രാഹുൽ വൈൽ സഞ്ജു വാസ് ലെഫ്റ്റ് ഔട്ട്. ചാമ്പ്യൻസ് ട്രോഫിയും എന്താ നടന്നതെന്നുള്ളത് നമുക്കറിയാം. സഞ്ജുസ് റീസെൻറ്റ് ODI സ്കോർസ് എന്ന് പറയുന്നത് 108, 12, 51 റൺസ് എന്നുള്ളതാണ്. അതായത് അവസാനത്തെ 3 ഏകദിനം ഋഷഭ് പന്ത് വേഴ്സസ് സഞ്ജു സാംസൺ എന്ന സ്ക്വാഡ് നമ്മൾ എടുത്താൽ 108, 12, 51, ഒരു സെഞ്ചുറി, ഒരു അർദ്ധ സെഞ്ചുറിയും സഞ്ജുവിൻ്റെ പേരിൽ 3 കളികൾക്കിടയിലുണ്ട്. ഇനി ഋഷഭ് പന്തിൻ്റെ എന്താണ്? 6, 10, 15, ഒരു 30 പോലുമില്ല, ഒരു 30 വിട്ട് 20 പോലുമില്ല. 6, 10, 15 ഇത് മൂന്നുമാണ് ഋഷഭ് പന്തിൻ്റെ അവസാനത്തെ 3 ഏകദിനത്തിൽ നിന്നുള്ള സ്കോർ. In the recent Australian ODI series, Pant was injured and the selector surprisingly gave Sanju a reserve keeper role again alongside Rahul, also calling up Dhruv Jurel. പന്തിന് ഒരു അവസരം കിട്ടി, അതായത് പന്തിന് പരിക്ക് കിട്ടിയത് കൊണ്ട് മാത്രം പന്തിനെ മാറ്റി നിർത്തി. പന്തിനെ മാറ്റി നിർത്തുമ്പോഴേക്കും സഞ്ജുവിന് അവസരം കൊടുക്കുന്നു റിസർവ് കീപ്പറായിട്ട്. കൂടെ ധ്രുവ് ജുറലിനെയും കൂടെ കൊണ്ടുവരികയാണ്. KL രാഹുലാണ് കീപ്പർ, കൂടെ റിസർവ് കീപ്പറായിട്ട് സഞ്ജുവും ധ്രുവ് ജുറലും വരുന്നു. Still, Sanju averaging around 56 and strike rate around 100 remains outside the second string ODI team, especially with Rohit and Kohli still in the mix and every match a World Cup trial. ഇപ്പം രോഹിത്തും കോഹ്ലിനെ പറ്റി നമ്മൾ സംസാരിക്കാറുള്ളൂ. രോഹിത്തും കോഹ്ലി എന്തിനാണ് ഇപ്പോഴും ടീമിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ദേ ആർ ലെജൻഡ്സ്. അവർക്ക് ഏത് കളി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത്ഭുതകരമായി വരാവുന്നുള്ള 2 പ്ലെയേഴ്സ് തന്നെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. അവർക്ക് 2 ചാൻസ് കൂടുതൽ കൊടുത്ത് ഔട്ടായി പോയാലും അവർ 3-ാമത്തെ മാച്ചിൽ അവർ തെളിയിക്കും. അങ്ങനൊരു സാഹചര്യമുണ്ട്. അതൊരു ഉറപ്പാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പന്തിനോ ജുറേലിനോ നമുക്ക് ആ ഒരു ഉറപ്പില്ല. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പശ്ചാത്തലത്തിൽ ഒരാൾ അയാളുടെ ആവറേജ് കൊണ്ടും അയാളുടെ സ്ട്രൈക്ക് റേറ്റ് കൊണ്ടും അയാളുടെ റീസെൻറ്റ് ODI സ്കോർസ് കൊണ്ടും പോലും അയാൾക്ക് ടീമിൽ സ്ഥാനം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? ക്യാപ്റ്റൻ്റെ കുഴപ്പമാണോ? കോച്ച് ഗംഭീറിൻ്റെ പ്രശ്നമാണോ? അറിയില്ല. ആരോടാ ചോദിക്കുക? നമുക്ക് ചർച്ച ചെയ്യാനല്ലാതെ വേറൊന്നും ഇതിൽ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് 2020 സൈഡ് നമ്മൾ ODI വിട്ടിട്ട് ഇന്ന് T20 സൈഡ് Gill's vice captaincy and opening slot have pushed Sanju lower down the order. അത് നമുക്കറിയാം. ഇപ്പോൾ ഗില്ല് വരുന്നതോടുകൂടി സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് അവിടെ നിന്ന് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. The lower middle now spot looks nice for Jitesh Sharma. Pant is expected to perform this ODI, likely earning a T20 World Cup slot and further eclipsing Sanju. As always, Sanju faces it with an innocent smile, no complaints, no drama. Being Sanju Samson isn't easy. It feels like പ്ലെയിൻ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ് ഈ കോമൻറ്റിൻ്റെ കാര്യത്തിന് പിന്നിലുള്ള ഒരു ചോദ്യം. ഇതിനകത്ത് നമുക്ക് ഇനി 2 കാര്യങ്ങൾ സംസാരിക്കാവേ. ഒന്ന്, ഇതിപ്പോൾ ഈ ഏകദിന ടീമിൽ നിന്ന് പന്ത് ഗംഭീരമായി കളിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ T20 സ്ലോട്ടിലേക്ക് പന്തിനെ പരിഗണിക്കില്ല എന്ന്? അത് ഏകദിനമാണ്, ഇത് T20 ആണ് എന്നൊക്കെ അന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പന്തൂട്ടനല്ലേ നമ്മുടെ പുന്നാര പന്തൂട്ടൻ കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്ന് സഞ്ജു ODI കളിക്കാരനാണ്, അതുകൊണ്ട് 2020 കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 2020 കളിക്കാരനാണ് ODI കളിക്കാൻ പറ്റില്ല എന്നുള്ള വേർതിരിവുകൾ ഈ ഋഷഭ് പന്തിനെതിരെ നടക്കുമോ? ഈ ധ്രുവ് ജുറേൽ നടക്കുമോ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകളല്ലേ ഇതെല്ലാം. ഇതൊക്കെ ആർക്കെതിരെ നടക്കുന്നത്? ടീമിൽ ഉൾക്കൊള്ളിക്കരുത് എന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന പ്ലെയേഴ്സ് അവർ ഗംഭീരമായി കളിച്ചാൽ അവർ കളിക്കുന്നത് ആ ഒരു ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ്, അല്ലെങ്കിൽ T20 ഫോർമാറ്റിൽ മാത്രമാണ് എന്നുള്ള വേർതിരിവ്, ഡിസ്റ്റിങ്വിഷ്മെൻറ്റ് നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ബാധിക്കുന്നത് സഞ്ജു വിശ്വനാഥ് സാംസണെ മാത്രമാണോ എന്നുള്ളതാണ് ഇവിടെ സ്വാഭാവികമായി വരുന്ന ചോദ്യം. അതുകൊണ്ടാണ് റീസെൻറ്റ് ഫോംസ് വെച്ചിട്ട് പോലും, റീസെൻ്റായിട്ട് കളിച്ച കളികൾ വെച്ചിട്ട് പോലും ഓരോ താരങ്ങൾ ഇവിടെ അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി സംസാരിച്ചുകൊണ്ട് ഇവിടെ രംഗത്തെത്തുന്നത്. പന്ത് ഇസ് നോട്ട് എ ബാഡ് പ്ലെയർ. ഒരിക്കലും ഞാൻ ഋഷഭ് പന്ത് മോശം കളിക്കാരനാണെന്ന് പറയില്ല. ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഹർഷ ഭോഗ്ലെ പറയുന്നത് പോലെ ഇമ്മൻസ് ടാലൻ്റാണ്. ഇവിടെ തൊട്ട് നോക്കിയാൽ കഴിവുള്ളവരാണ്.
ഇവിടെ ആരെ എടുക്കണം, ആരെ മിസ് ഔട്ട് ചെയ്യണം, ആരെ മാറ്റി നിർത്തണം എന്ന് അറിയാത്ത രീതിയിൽ അത്രമാത്രം ടാലൻ്റ് ഉള്ള ഒരു ടീമാണ് ഇന്ത്യ. അത്രമാത്രം കളിക്കാരും ഇന്ത്യൻ ടീമിലുണ്ട്. സ്വാഭാവികമായിട്ട് ഒരാളെ മിസ് ഔട്ട് ആകുമ്പോഴേക്കും എന്തുകൊണ്ട് ഇയാളെ ഇൻക്ലൂഡ് ചെയ്തില്ലാന്നുള്ള ചോദ്യം വരും. പക്ഷേ ആ ചോദ്യം വരേണ്ടത് ഒഴിവാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കോച്ചിനോ ക്യാപ്റ്റനോ പ്രസ് മീറ്റിൽ വന്ന് കൃത്യമായി പറയാം ഇന്നയാളെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരാൾക്കും വാ തുറക്കാൻ സാധിക്കില്ല. റീസെൻറ്റ് പെർഫോമൻസ് എന്താണ്? മൊമെൻറ്റമാണ്. മൊമെൻറ്റം എന്താണ്? ഫോമാണ്. ആ ഫോം മൊമെൻറ്റത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നാട്ടിലെ ഏത് സ്ഥലത്ത് പോയാലും ആ പ്ലെയർ ഇഫ് ഹീസ് ഐ ഓൺ കോൺഫിഡൻസ് അയാൾക്ക് ഗംഭീരമായി കളിക്കാൻ സാധിക്കും, അയാൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കോൺഫിഡൻസ് അല്ല, അയാളുടെ റീസെൻറ്റ് പെർഫോമൻസ് മോശമാണെങ്കിൽ വൈ ഡു യു നീഡ് ടു ഇൻഡ്യൂസ് എ പ്ലെയർ ഇൻ ടു ദ ടീം? എന്തിനാണത്? അത്രയ്ക്ക് ടാലൻറ്റ്സ് ഇല്ലാത്ത ടീമാണോ ഇന്ത്യ? അല്ല. ഇത് സ്വാർത്ഥ താല്പര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നത് ഇതൊരു മലയാളി സംസാരിക്കുന്നത് കൊണ്ട് സഞ്ജുവിന് അവസരം കിട്ടിയേ മതിയാകൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തൊരു മലയാളി വികാരം നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല. ഇത് മലയാളി ആയതുകൊണ്ട് സഞ്ജുവിനെ സഞ്ജുവിനെ ടീമിലിടുക എന്ന് പറയുന്നതുമല്ല. ഇത് സ്വാഭാവികമായിട്ടും കളിയെ ഫോക്കസ് ചെയ്യുകയും കളിയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളത് അനലൈസ് ചെയ്യുമ്പോഴും ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് എൻ്റെ കമൻ്റ് അല്ല, ഇത് പുറത്തു നിന്ന് ടോപ്പിൽ നിന്ന് വന്നൊരു കമൻ്റ് ആണ് എന്നുള്ളതൊരു കാര്യം കൂടി പറയുന്നത്. വൈ ഇസ് റാണ ഓൾവേസ് ഇൻ? വൈ ഇസ് ഹർഷത് റാണ ഓൾവേസ് ഇൻ ദ സൈഡ്? എന്തുകൊണ്ടാണ് ഹർഷത് റാണ നിങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൗതം ഗംഭീറിൻ്റെ കൈകൾ ഇതിലില്ല എന്നുള്ളത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു കഴിയുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹർഷത് റാണ ഇസ് പ്യോർലി ഇൻ ബിക്കോസ് ഓഫ് ഹിസ് ടാലൻറ്റ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ കമൻറ്റിൽ പറ. ഹർഷത് റാണ ടീമിൽ നിൽക്കുന്നത് കഴിവ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എന്തിനാണ് ഹർഷത് റാണയുടെ കഴിവിനെ ചോദ്യം ചെയ്തതെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ കഴിവുള്ള എല്ലാവരും ഇവിടെ അല്ലേ? എന്തുകൊണ്ടാണ് ഹർഷത് റാണയ്ക്ക് മാത്രം ഇത്രയധികം അവസരങ്ങൾ കിട്ടുന്നത്? ഇത്രമാത്രം അയാൾ ഫോമിലായിട്ട് ഉയർന്നില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും അധികം അവസരങ്ങൾ കിട്ടുന്നത്? അതുകൊണ്ട് നിങ്ങൾ കഴിവ് കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ടീമിനകത്ത് ഇടം പിടിപ്പിക്കുന്നതെന്നൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വന്ന് പറയരുത്. ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കും, ഓരോ കളിക്കാർക്ക് ഉൾപ്പെടെ ചോദിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ധ്രുവ് ജുറേൽ എല്ലാ ഫോർമാറ്റിൽ വരുന്നുണ്ട്. വൈ ധ്രുവ് ജുറേൽ എന്തിനാണ് എല്ലാ ഫോർമാറ്റിലും നിർത്തി കളിപ്പിക്കുന്നത്? എന്താവശ്യത്തിനാണ്? ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും തന്നെ ചെയ്യും. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യൻ ടീം ആസ് എ സ്ക്വാഡ് അത്രമാത്രം ടാലൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെയോ വെച്ച് കളിപ്പിക്കുന്നു പറഞ്ഞേനെ. പക്ഷേ കഴിവുള്ളവർക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അത് ചോദിക്കും. അത് ചോദിക്കേണ്ടത് അതിൻ്റേതായ മര്യാദയോടുകൂടി തന്നെ ചോദിക്കും. അത് എതിർക്കേണ്ടവർക്ക് എതിർക്കാം, സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരിക്കാൻ പറ്റാതെ ഇരിക്കാം. പക്ഷേ ഈ ODI സ്ക്വാഡിൽ റിസർവ് കീപ്പറായിട്ട് പോലും സഞ്ജു സാംസൺ ഇടം കിട്ടാത്തത് അത്യന്തം ദുഃഖകരം തന്നെയാണ്. അതിൽ വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. ചിറാപുഞ്ചി മഴയത്ത് എന്ന ഗാനത്തിലൂടെ ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ് ആയിട്ട് മാറി പിന്നീട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരുള്ളൊരു ഗായകനുണ്ടെങ്കിൽ അത് ഹനാൻ ഷായാണ്. ഹനാൻ ഷായെ അറിയാത്ത സംഗീത പ്രേമികൾ ഉണ്ടാകില്ല. ഹനാൻ ഷായെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. ഹനാൻ ഷായുടെ ആരാധകരെന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടമാണ്, ഒരു വലിയ ജനക്കൂട്ടം ഹനാൻ ഷായുടെ ആരാധകരാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് ഹനാൻ ഷായുടെ ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു. പറയാൻ വരുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എത്ര ദുരന്തങ്ങൾ ഫേസ് ചെയ്താലാണ് നമ്മളൊന്ന് പഠിക്കുക. 3000 പേർക്ക് മാത്രം അനുവാദമുള്ളൊരു പാസിൽ 10,000 പേരെ സംഘാടകർ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ആ കാര്യം. പോലീസിൻ്റെ FIRലുള്ള കാര്യമാണ്. 3000 പേർക്ക് മാത്രമേ ഈ സദസ്സിൽ അനുവാദമുള്ളൂ. ടിക്കറ്റ് എടുത്ത് പരിപാടി നടത്തിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പോലീസുകാരെ ലാത്തി അടിച്ച് ഈ ടിക്കറ്റ് എടുത്ത ആളുകളെ ഓടിച്ചു വിടുന്ന കാഴ്ച. അത്രമാത്രം തിരക്കായിരുന്നു. 20 പേരോളം സ്വകാര്യ ആശുപത്രിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു. 20 പേർ. എത്രയധികം ജീവനുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കുട്ടികൾ, മുതിർന്നവർ, യൂത്ത്, അച്ഛനമ്മമാർ, എത്ര പേർ. നമ്മൾ എന്തുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് വീണ്ടും ഇതുപോലുള്ള ആൾക്കൂട്ട ദുരന്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ പോലീസ് ലാത്തി വീശുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്ത് വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. എന്നാലും ഹനാൻ ഷായുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റിലേക്ക് പോകാം. ഉച്ച മുതൽ തന്നെ ധാരാളം ആളുകൾ പരിപാടിക്ക് എത്തിയിരുന്നു. എന്നാൽ ടിക്കറ്റ് എടുത്ത ഹാളിലുള്ളവരെക്കാൾ 2 ഇരട്ടിയോളം ആളുകൾ ടിക്കറ്റ് ഇല്ലാതെ പുറത്ത് തടിച്ചുകൂടി. വേണ്ടുവോളം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സ്ഥലമില്ലാതിരിക്കുകയും പരിപാടി തുടർന്നാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്തതോടെ പോലീസുമായി സഹകരിച്ച് വളരെ കുറച്ച് പാട്ടുകൾ മാത്രം പാടി മടങ്ങേണ്ടി വന്നതായി ഹനാൻ വിശദീകരിച്ചു. കാസർഗോഡിൻ്റെ സ്നേഹം താൻ എന്നും ഓർമ്മിക്കുമെന്നും കൂടുതൽ സജ്ജമായ ഒരുക്കങ്ങളുള്ള ഒരു വേദിയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഹനാൻ ഈ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത്. എന്തായാലും
ഇതിനുശേഷം ഒരു വലിയ പ്രതിഷേധം ഹനാൻ ഷാ എന്ന വ്യക്തിക്ക് നേരെയും ഈ സംഘാടനത്തിന് നേരെയും ഉയർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പറഞ്ഞിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഒരു ആൾക്കൂട്ട ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനനുസരിച്ചുള്ള ടിക്കറ്റുകൾ വിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ മുന്നിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ ഉണ്ടായാൽ പോലും പാഠം പഠിക്കില്ല എന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത്? അങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് നയിക്കുമ്പോഴേക്കും അതിൽ ഉൾക്കൊണ്ട് അതിലകത്ത് ആഹ്ലാദം കണ്ടുപിടിക്കുന്ന ഹനാൻ ഷാ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ ഹനാൻ ഷാ വന്ന് മറുപടി പറയുമോ? എന്തിനാണ് ഇതുപോലുള്ള ആൾക്കൂട്ട ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നത്? നിങ്ങളുടെ ആരാധകരെ കുറച്ച് കാണുകയല്ല, കാസർഗോഡുള്ള സ്നേഹം ഒരിക്കലും മറച്ചു വെക്കുന്നതുമല്ല. പക്ഷേ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് പരിപാടികൾ നടത്തേണ്ടത് എന്ന് എത്ര വട്ടം പറയണം, എത്ര വട്ടം നമ്മൾ ഓർമ്മിപ്പിക്കണം അക്കാര്യങ്ങൾ. ഹനാൻ ഷായുടെ പരിപാടികൾ എത്രയോ വട്ടം പലയിടത്തായി കേരളത്തിലൊട്ടാകെ തന്നെ നടക്കുന്നുണ്ട്, ദുബായിൽ നടക്കുന്നുണ്ട്. എന്തോരം സ്നേഹങ്ങൾ ഹനാൻ ഷാ എന്ന വ്യക്തിക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. ഈ സ്നേഹത്തെയോ സന്തോഷത്തെയോ ഈ ആളുകളുടെ എക്സൈറ്റ്മെൻറ്റിനെയോ എൻ്റർടൈൻമെൻറ്റിനെയോ ഒന്നും കുറച്ച് കാണുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് സംഘാടകർക്ക് കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അതിനനുസരിച്ചുള്ള ആളുകൾ മാത്രം ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത്? ഇതാണ് ചോദ്യം. അല്ലാതെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ആ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. ആ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. പോലീസിൻ്റെ സുരക്ഷ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അതനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കണം. ഇത് എത്ര വട്ടം ഉണ്ടാകേണ്ട സാഹചര്യമാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് പുച്ഛിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കമൻറ്റുകളും പോസ്റ്റുകളും ഇടുന്ന ആളുകൾക്ക് ഇവിടെ അതേ നാട്ടിൽ വന്ന് നടക്കുമ്പോൾ അതൊക്കെ മറക്കുകയാണോ? ഇതൊക്കെ തന്നെയാണോ വീണ്ടും ആവർത്തിക്കുന്നത്? ഈ ചോദ്യങ്ങളല്ലേ വീണ്ടും ചോദിക്കപ്പെടുന്നത്? അപ്പോൾ ഇവിടെ സംഭവിക്കുമ്പോഴേക്കും ആളുകൾക്ക് ഭയങ്കരമായ രീതിയിൽ ലിറ്ററസി റേറ്റ് അല്ലേ, അവിടെ നടക്കുമ്പോഴേക്ക് താരാരാധന എന്ന് പറഞ്ഞ് കളിയാക്കി വിടുകയും ചെയ്യും. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. അങ്ങനെയുള്ള ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ 20 പേർക്കെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഈ 20 പേരുടെ ജീവന് ആദ്യ സംരക്ഷണം പറയും, ആര് ചോദ്യം ചെയ്യും? അല്ലെങ്കിൽ അവരുടെ കൂടെ ആര് നിൽക്കും? ഈ ചോദ്യം സ്വാഭാവികമല്ലേ. കുട്ടികൾ ഉൾപ്പെടെ അതിൽ അടിയേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ സാധാരണ ഈ ഹനാൻ ഷായുടെ ആരാധകർ എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ആൾക്കൂട്ടമാണ്. ഈ ഹനാൻ ഷായുടെ പരിപാടി അത്രയധികം ഫേമസുമാണ് കേട്ടോ. 3 മില്യണോളമാണ് അദ്ദേഹത്തിൻ്റെ ആരാധക കൂട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വൈറൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഫോളോവർ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഇൻഫ്ലുവൻസറാണ്, ഒരു പാട്ടുകാരനാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുക, ഈ സംഘാടകർ അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ഇത് ഹനാൻ ഷായുടെ പരിപാടിക്ക് മാത്രമല്ല, ആരുടെ പരിപാടിക്കാണെങ്കിലും സംഘാടകർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക, സംഘാടകർ കൃത്യമായി നിയമാവലി പാലിക്കുക എന്നത് തന്നെയാണ് നമ്മളെ വീണ്ടും ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിനുള്ളിൽ ഭയമാണ്. കരൂരിൽ നടന്നതുപോലെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ജനക്കൂട്ടമാണ് അതിലുണ്ടാകുന്നത്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഒരു മരണം പോലും ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത്. അതുപോലുള്ള ഈ ആൾക്കൂട്ട ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെ തന്നെ വിചാരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ.